കോഴിക്കോട് താമരശ്ശേരി കൈതപ്പൊലിൽ അപ്പാർട്ട്മെന്റിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേറ്റി പുതിയൊരു ശബ്ദ സന്ദേശം. കൂടെ താമസിച്ചിരുന്ന ആദിലിന് ഫോൺ എടുക്കാതായതോടെ 2 മാസം മുമ്പ് യുവതി അയച്ച സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നത്. ലഹരി ഇടപാടുകൾ വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശത്തിൽ കൊടിസുനി അടക്കമുള്ള ക്രിമിനലുകളുടെ പേരും മരിച്ച ഹസ്ന പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് കാക്കൂർ സ്വദേശിനിയായ 34-കാരി ഹസ്നയെ മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന വിമർശനം ശക്തമാകുന്നതിനിടയിലാണ് ഒപ്പം താമസിച്ചിരുന്ന ആദിലിന് ഹസ്ന അയച്ച ശബ്ദ സന്ദേശം കുടുംബം പുറത്തുവിട്ടത്. ഇരുവരുടെയും ലഹരി ഉപയോഗത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന സന്ദേശത്തിൽ ഗുണ്ടാ നേതാവ് കൊടിസുനിയുടെ പേരും പരാമർശിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് ഹസ്ന ആദിലിനോട് പറയുന്നത്. അതിലെങ്കിൽ ഫോൺ എടുത്തോട്ടോ, 12 മണി വരെ എനിക്ക് ടൈം തന്നിക്കുന്നേ. ആ 12 മണി വരെ ഞാൻ എൻ്റെ അപ്പുറം നിർത്തിക്കോ, ഇല്ലെങ്കിൽ കളി ഇതൊന്നും അയക്കൂലേ. ഞാൻ സത്യം പറയാം, എല്ലാ ജീവിതം പോയി. ഇനി ഞാൻ എൻ്റെ ജീവിതം പോവാണ്. എൻ്റെ ഞാൻ നിൽക്കും. കൊടിച്ചുനി മുതൽ ശിബു വരെ കുടുങ്ങും. സത്യമാണ്. ഞാനിത് എനിക്കറിയുന്ന എല്ലാ വിവരങ്ങളും അടിക്കുന്ന ലഹരിൻ്റെ വരെ ഞാൻ എല്ലാം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയില്ല. പോലീസ് ജനറൽ എനിക്ക് രക്ഷപ്പെടും. ഹസ്നയുടെ മരണത്തിൽ നിരവധി ആരോപണങ്ങൾ നാട്ടുകാരും ബന്ധുക്കളും ഉന്നയിച്ചിരുന്നു. എന്നാൽ ഹസ്നയുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.